മഴയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ട്രോമ ഐസിയുവിന്റെ കൂട്ടിയിരിപ്പ് കേന്ദ്രത്തിൽ ചോർച്ച. കെട്ടിടത്തിന്റെ ഷീറ്റിട്ട ഭാഗമാണ് ചോരുന്നത്. കൂട്ടിയിരിപ്പുകാർക്കായി പകരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും ആശുപത്രി അധികൃതർ. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കോട്ടയത്ത് അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴയിലാണ് മെഡിക്കൽ കോളേജിൽ ചോർച്ച അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇതിനെന്തെങ്കിലും പരിഹാരമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് 7 മണിയോട് കൂടിയാണ് കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായത്. ഈ അപ്രതീക്ഷിതമായി എത്തിയ അതിശക്തമായിട്ടുള്ള കാറ്റിൽ നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ട്രോമ ICU കൂട്ടിരിപ്പ് കേന്ദ്രത്തിൽ ചോർച്ചയുണ്ടായിരിക്കുന്നത്. ഇതിന്റെ മേൽക്കൂര എന്ന് പറയുന്നത് ഷീറ്റിട്ട ഭാഗമായിരുന്നു. ശക്തമായിട്ടുള്ള കാറ്റിൽ ഈ ഷീറ്റിന് ഇളക്കം സംഭവിച്ചു. അങ്ങനെയാണ് ചോർച്ചയുണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂട്ടിരിപ്പുകാർക്കായി ഒരു പകരം സംവിധാനം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിശക്തമായിട്ടുള്ള മഴയിൽ വെള്ളം ഇങ്ങനെ കൂട്ടിരിപ്പുകാർ ഇരിക്കുന്ന ഇടത്തേക്ക് ഇങ്ങനെ കുത്തിയൊലിക്കുകയാണ്. അവർക്കൊരു തരത്തിലും അവിടെ ഇടപഴകാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായിട്ടുള്ള മഴയും ചോർച്ചയും അതിനെ തുടർന്ന് വെള്ളക്കെട്ടും ഉണ്ടായിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെ ചില വാർഡുകളിലേക്കും ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കോട്ടയം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ സമാനമായി മരങ്ങൾ ഒടിഞ്ഞു വീണും അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകളെല്ലാം തന്നെ മറിഞ്ഞു വീണും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരങ്ങാട്ടുപള്ളിക്ക് സമീപം ആണ്ടൂരിൽ സഹോദരങ്ങൾക്ക് ഇടിമിന്നലേക്കുന്ന സംഭവം ഉണ്ടായി. ആൻമരിയ, ആൻഡ്രൂസ് എന്നിവരെയാണ് ഇത്തരത്തിൽ ഇടിമിന്നലേറ്റത്. ചേർപ്പുങ്കൽ മാശ്രീവ മെഡിസിറ്റിയിൽ ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ കോട്ടയം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിലും ഒറ്റപ്പെട്ട മഴ ഉണ്ടാകും, ശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഏതായാലും നിലവിൽ ഇപ്പോൾ കൂട്ടിരിപ്പുകാർക്കായി പകരം സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ അധികൃതർ, മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള മഴയിലാണ് ഈ ട്രോമ കെയർ ICUവിന്റെ സമീപം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചോർച്ച ഉണ്ടായത്. മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.